ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു എഗ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ആദ്യമായിട്ട് ചോറൊന്ന് റെഡിയാക്കി വെക്കണം. ശേഷം നമുക്ക് കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ്, ഒരു 5 ബീൻസ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് 2 പച്ചമുളക് അരിഞ്ഞത്, 4 മുട്ട. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 മീഡിയം സവാള ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് വാടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ ചോറ് വെച്ചപ്പോൾ അതിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അതുകൊണ്ട് അതനുസരിച്ചുള്ള ഉപ്പ് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് കാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്ര ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിപ്പോൾ 2 മിനിറ്റ് കൊണ്ട് വെള്ളമെല്ലാം അങ്ങ് വറ്റും. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂണ് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം വെള്ളമെല്ലാം നല്ലപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഒരു 10 സെക്കൻഡ് അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് ഇളക്കാൻ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട വേവുന്നതിന് മുമ്പ് നമുക്ക് വെജിറ്റബിളിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. അടുത്തായി നമുക്കൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അടിപൊളി എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചോറാണ് ഇത്.